ഹലോ വെൽക്കം ബാക്ക്. നീനൂസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ലേഹ്യമാണ്. ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ കുട്ടികൾക്ക് ചുമയും ജലദോഷവും അതുപോലെ തൊണ്ടവേദനയൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ചുമയും കഫക്കെട്ടുമൊക്കെ പെട്ടെന്ന് മാറാനും ശരീരത്തിന് നല്ല പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമായ ഒരു ലേഹ്യമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ ലേഹ്യം തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് തുളസിയാണ്. ഇത് നമ്മുടെ ശരീരത്തിന് നല്ല പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വിളർച്ച തടയാനും അതുപോലെ പനി ജലദോഷം മാറാനും ഒക്കെ ഉപയോഗിക്കുന്നൊരു പ്രകൃതിദത്ത ഔഷധമാണ് നമ്മുടെ തുളസി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് പനിക്കൂർക്കയാണ്. ഇത് കുട്ടികൾക്കുണ്ടാവുന്ന ഏകദേശം എല്ലാ രോഗത്തിനുമുള്ള ഒറ്റമൂലി എന്ന രീതിയിലാണ് നമ്മൾ ഈ പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്കൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലാണ് പനിക്കൂർക്ക പറിച്ചിട്ടുള്ളത്. അതിന് ഇരട്ടിയായിട്ടാണ് കേട്ടോ നമ്മൾ തുളസി പറിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് കാട്ടുതുളസിയാണ്, അതായത് അയമോദകം. ഇതിൻ്റെ 2 ഇലയും പറിക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള 4 ഐറ്റംസ് എടുത്തിട്ടുണ്ട്: പനിക്കൂർക്ക, തുളസി, അയമോദകം, ഇഞ്ചി. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. പിന്നെ വേണ്ടത് ചുവന്നുള്ളി, കുരുമുളക്, ഏലക്ക, നല്ല ജീരകം, ചുക്ക്, മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര, കൽക്കണ്ടം, പിന്നെ നമ്മളൊരു തേങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിലേക്ക് തേങ്ങ, തുളസി, പനിക്കൂർക്ക, ഇഞ്ചി ഈ 4 ഐറ്റംസ് ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ നീരാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ നല്ലപോലെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെച്ച് ഇതിലെ നീരെടുക്കാം. അപ്പോൾ നമുക്കിതിൽ മാക്സിമം നീരും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളകും ചുക്കുമൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അമ്മിയിലിട്ടിട്ടാണ് കേട്ടോ പൊടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് കിട്ടിയാൽ മതി, നമുക്ക് ഓവറായിട്ട് പൊടിയണമെന്നില്ല. ഇനി ലേഹ്യം തയ്യാറാക്കാൻ ആവശ്യമായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം എടുത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഈ കൽക്കണ്ടവും ചുവന്നുള്ളിയും ഇട്ട് കൊടുത്ത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വെള്ളം വറ്റുന്നത് വരെയാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. അതുപോലെ ചുവന്നുള്ളി വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് ലേഹ്യം കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പൊടികളൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളകും നല്ല ജീരകമൊക്കെ പൊടിച്ച ഈ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ശർക്കര വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇനിയും ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിലെ വെള്ളം ഏകദേശമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലേഹ്യം കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതല്ല നമുക്ക് ഇതുപോലെ ഉരുട്ടാൻ പാകത്തിനാണ് വേണ്ടതെങ്കിൽ നമുക്കൊരു 3 മിനിറ്റ് കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു ലേഹ്യം തയ്യാറാക്കുമ്പോൾ കൈ എടുക്കാതെ വേണ്ടോ ഇളക്കിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ ഏകദേശം കായ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ലേഹ്യം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ലേഹ്യം തണുക്കും തോറും നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. ലേഹ്യം നന്നായിട്ട് സെറ്റായി കിടക്കുകയാണ്. അപ്പോൾ ഒരു കയ്യിൽ വെച്ച് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേ കയ്യിലിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ നല്ല മിഠായി രൂപത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്കിതുപോലെ കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം.